Hi friends, welcome to Simis Home World. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് മിക്ക ആൾക്കാർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിൽ എങ്ങനെ ഞാൻ ചെയ്യാറെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് നാടൻ അവലാണ് എടുക്കുന്നത് കേട്ടോ. നാടൻ അവലാണ് എപ്പോഴും അവൽ നനയ്ക്കാനായിട്ടും വിളയിക്കാനൊക്കെ ആയിട്ട് നല്ലത്. നാടൻ അവൽ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ട് നല്ല കട്ടിയുള്ള ടൈപ്പാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇച്ചിരി കട്ടി കുറഞ്ഞ ടൈപ്പാണ്. അപ്പോൾ കട്ടിയുള്ള ടൈപ്പാണെങ്കിലാണ് ശരിക്കും നല്ല വിളയിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും ഒക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് കിട്ടുക. പിന്നെ വൈറ്റ് കളറിലുള്ള അവൽ കിട്ടുന്നുണ്ട്. പിന്നെ നന്നായിട്ട് ഫ്ലാറ്റായിട്ടുള്ള കനം കുറഞ്ഞിട്ടുള്ള അവലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ അവലെടുക്കുക. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് ബാക്കിയുള്ള ചേരുവകളും ചേർക്കുന്നത് കേട്ടോ. എന്നാലാണ് നമുക്കൊരു കറക്റ്റ് അവൽ നനയിച്ചത് റെഡിയായി കിട്ടുക. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് തേങ്ങ ചിരകിയത് ചേർത്താലാണ് നല്ല ടേസ്റ്റ് കിട്ടുക. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറവാണെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ കുറച്ച് കൊടുക്കുക. കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ തേങ്ങയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ശർക്കരയാണ്. അപ്പോൾ ഞാനിപ്പോൾ ശർക്കര മധുരം കുറവുള്ള ശർക്കരയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടൊരു 3/4 ഗ്ലാസോളം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം നല്ല മധുരമുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 ഗ്ലാസ് മതിയാവും. മധുരം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ഞാനിവിടെ പഴം കൂടിയും ചേർക്കുന്നത് കൊണ്ട് തന്നെ ശർക്കര ഞാനിവിടെ 3/4 ഗ്ലാസോളം എടുത്തിട്ടുള്ളൂ. അത് മധുരം കുറവായതുകൊണ്ട്. അത്യാവശ്യം മധുരമുള്ളതാണെങ്കിൽ 1/2 ഗ്ലാസിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. പിന്നെ നമ്മളിതിലോട്ട് അവൽ നനയ്ക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളം ചേർത്തിട്ട് നനയ്ക്കണ കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തേങ്ങ ശർക്കരയൊക്കെ കറക്റ്റ് ആണെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മുടെ അവൽ നനച്ചത് നന്നായിട്ട് തന്നെ നനഞ്ഞ് കിട്ടും. അങ്ങനെ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താലാണ് നന്നായിട്ട് നമുക്ക് അവൽ നനഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് നനച്ചിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഏകദേശം ഒരു 1/2-3/4 മണിക്കൂറോളം വെച്ചിട്ട് നമുക്കിതെടുക്കാം. അപ്പോഴാണ് നല്ലോണം കുതിർന്ന് കിട്ടുക അവലൊക്കെ. അപ്പോൾ ഈ ഒരു സ്നാക്ക് അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവൽ ഡൈജസ്റ്റ് ആവാനൊക്കെ ആയിട്ട് വളരെ എളുപ്പമാണ്. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയ ആൾക്കാർക്കും ഒക്കെ നല്ല ഹെൽത്തിയാണ് ശർക്കരയും ഈ അവലൊക്കെ തേങ്ങയും എല്ലാം. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ പഴം കൂടിയും ചേർക്കുവാണ്. ഞാലിപ്പൂവൻ പഴമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. ചിലർ പഴം കുഴച്ചിട്ട് കഴിക്കണ കാണാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.